നല്ല ശമ്പളം, വലിയ ശാരീരിക മാനസിക അധ്വാനമില്ലാത്ത ജോലി, ഇഷ്ടം പോലെ ഫ്രീ ടൈം. ആരുടെയും മനസ്സിലെ തൊഴിൽ സങ്കല്പം ഇങ്ങനെയായിരിക്കും. എന്നാൽ അത്തരമൊരു ജോലിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പ്രതിവർഷം 30 കോടി രൂപ ശമ്പളം ലഭിക്കും. വലിയ ആയാസമുള്ള ജോലിയുമല്ല. ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് ഇടണം, ആ ലൈറ്റ് അണയാതെ നോക്കണം. ഇപ്പോൾ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടോളൂ. ഈ ലൈറ്റ് ഹൗസിൽ താമസിച്ച് വേണം ജോലി ചെയ്യാൻ. ഒരാൾക്ക് മാത്രമാണ് നിയമനമുള്ളത്. രാവിലെ ലൈറ്റ് ഓഫാക്കുകയും രാത്രി ലൈറ്റ് ഓണാക്കുകയുമാണ് വേണ്ടത്. ഇവിടെ ജോലിക്കെത്തുന്നവർക്ക് 1 വർഷം കഴിയുമ്പോഴേക്കും 30 കോടി രൂപ ലഭിക്കും. പക്ഷേ ആരും ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ശക്തമായ തിരമാലകളാണ് ഈ ലൈറ്റ് ഹൗസിലേക്ക് ആഞ്ഞടിക്കുക. ഇതിനു പുറമെ കൊടുങ്കാറ്റും അനുഭവപ്പെടും. ഇതിനെയെല്ലാം അതിജീവിച്ച് വേണം ഇവിടെ കഴിയാൻ. എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ എണ്ണം പറഞ്ഞ പത്രങ്ങൾ പോലും പ്രചരിപ്പിച്ച ഒരു വാർത്തയാണിത്. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്ത് തന്നെ ആദ്യമായി പണി കഴിപ്പിച്ച ലൈറ്റ് ഹൗസിൽ സ്വിച്ചിടാനും അണയ്ക്കാനും ആളെ ആവശ്യമുണ്ടെന്നും എന്നാൽ തനിച്ച് താമസിക്കേണ്ടി വരുന്നതിനാലും വലിയ തിര ലൈറ്റ് ഹൗസിനെ എപ്പോഴും മൂടുമെന്നതിനാലും ഒരാൾ പോലും ഈ 30 കോടി രൂപ ശമ്പളമുള്ള ജോലിക്ക് പോകാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നുമായിരുന്നു വാർത്ത. 30 കോടി രൂപ ശമ്പളം ലഭിക്കുമെന്ന് വാഗ്ദാനമുണ്ടെങ്കിൽ ആ ജോലിക്ക് ഈ ലോകത്ത് ഒരാൾ പോലും തയ്യാറാകാതിരിക്കുമോ എന്ന ചോദ്യമാണ് നമ്മളെ ഇതിൻ്റെ വാസ്തവം അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത്. ദി ഫറോസ് ഓഫ് അലക്സാൻഡ്രിയ എന്നറിയപ്പെടുന്ന ഈ ലൈറ്റ് ഹൗസ് ഫറോസ് ദ്വീപ സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വാർത്തകളിൽ പറയുന്നത്. ദി ഫറോസ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും അറിയണമെന്നില്ല. എന്നാൽ അലക്സാൻഡ്രിയയിലെ പുരാതന വിളക്കുമാടം എന്ന് പറഞ്ഞാൽ നാമെല്ലാം അറിയും. അതെ, പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ 1375 AD ഭൂകമ്പങ്ങളാൽ നിലംപരിശായ അതേ വിളക്കുമാടത്തിൻ്റെ കഥയാണ് 30 കോടി രൂപ ശമ്പളം എന്ന പേരിൽ പ്രചരിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്ത എന്ന് ചുരുക്കം. ഇനി ഫറോസ് ഓഫ് അലക്സാൻഡ്രിയ അഥവാ അലക്സാൻഡ്രിയയിലെ പുരാതന വിളക്കുമാടത്തിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഈജിപ്തിലെ അലക്സാൻഡ്രിയ തുറമുഖത്ത് നാവികരെ സഹായിക്കുന്നതിനായി BC 250 നിർമ്മിച്ചതാണ് ഫാറോസ് എന്ന് വിളിക്കപ്പെടുന്ന അലക്സാൻഡ്രിയയിലെ പ്രശസ്തമായ ഈ വിളക്കുമാടം. ഇത് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അത്ഭുതമായിരുന്നു. 400 അടിയിലേറെ ഉയരത്തിലായിരുന്നു ഈ വിളക്കുമാടം തല ഉയർത്തി നിന്നിരുന്നത്. ഇത് പുരാതന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഘടനകളിലൊന്നായി മാറി. AD 1375 ഭൂകമ്പങ്ങളാൽ നിലംപരിശാകുന്നതുവരെ 1500 വർഷത്തിലേറെ ഈ അത്ഭുത നിർമ്മിതി തല ഉയർത്തി നിന്നു. അലക്സാൻഡ്രിയയിലെ വിളക്കുമാടം അസാധാരണവും പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായുമാണ് കണക്കാക്കപ്പെടുന്നത്. BC 332 മഹാനായ അലക്സാണ്ടറാണ് അലക്സാൻഡ്രിയ നഗരം സ്ഥാപിച്ചത്. നൈൽ നദിയുടെ പടിഞ്ഞാറ് 20 മൈൽ അകലെ ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന അലക്സാൻഡ്രിയ ഒരു പ്രധാന മെഡിറ്ററേനിയൻ തുറമുഖമായി മാറി. ഇവിടേക്കെത്തുന്ന കപ്പലുകളെ വഴിതെറ്റാതെ സഹായിക്കാനായി മഹാനായ അലക്സാണ്ടറിൻ്റെ പിൻഗാമിയായ ടോളമി ഒരു വിളക്കുമാടം പണിയാൻ ഉത്തരവിട്ടു. ഒരു വിളക്കുമാടം മാത്രമായി നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. 40 വർഷമെടുത്ത് നിർമ്മിച്ച ഈ വിളക്കുമാടം BC 250 പൂർത്തിയായി. അലക്സാൻഡ്രിയയിലെ വിളക്കുമാടം വളരെ ഉയരമുള്ള ഒരു ഘടനയായിരുന്നു. അലക്സാൻഡ്രിയ തുറമുഖത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഫറോസ് ദ്വീപിൻ്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിളക്കുമാടം താമസിയാതെ ഫറോസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 3 ഭാഗങ്ങളായി നിർമ്മിച്ച ഈ കെട്ടിടത്തിന് 400 അടിയിലേറെ ഉയരമുണ്ടായിരുന്നു. ഏറ്റവും താഴെയുള്ള ഭാഗം സമചതുരവും മധ്യഭാഗം ഒരു അഷ്ടഭുജവുമായിരുന്നു. വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാനും കാഴ്ച ആസ്വദിക്കാനും ലഘുഭക്ഷണം നൽകാനും കഴിയുന്ന ഒരു ബാൽക്കണി ഇവിടെ ഉണ്ടായിരുന്നു. മുകൾ ഭാഗം സിലിണ്ടർ ആകൃതിയിലുള്ളതും വളരെ ദൂരെ നിന്ന് പോലും നാവികർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ അഗ്നി ജ്വലിക്കുന്നതുമായിരുന്നു. ഏറ്റവും മുകളിൽ കടലിൻ്റെ ഗ്രീക്ക് ദേവനായ പോസിഡോണിൻ്റെ ഒരു വലിയ പ്രതിമയും ഉണ്ടായിരുന്നു. ഈ ഭീമാകാരമായ വിളക്കുമാടത്തിനുള്ളിൽ ഏറ്റവും താഴെയുള്ള ഭാഗത്തിൻ്റെ മുകളിലേക്ക് നയിക്കുന്ന ഒരു സർപ്പിള റാമ്പ് ഉണ്ടായിരുന്നു. ഇത് കുതിരവണ്ടികൾക്കും മുകളിലെ ഭാഗങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിരുന്നു.
ഈ വിളക്കുമാടത്തിൻ്റെ മുകൾ ഭാഗത്ത് തീ പടർത്താൻ ഉപയോഗിച്ചത് എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചരിത്രകാരന്മാർക്ക് കൃത്യമായ ധാരണയില്ല. ഈ പ്രദേശത്ത് തടികൾ കുറവായതിനാൽ മരത്തിന് സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തുപയോഗിച്ചാലും വെളിച്ചം ഫലപ്രദമായിരുന്നു എന്നും കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ മിക്ക വിളക്കുമാടങ്ങളും അലക്സാണ്ട്രിയയിലെ വിളക്കുമാടത്തിൻ്റെ ആകൃതിയോടും ഘടനയോടും സാമ്യമുള്ളതാണ്. ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങളെ മറികടന്നും ഈ വിളക്കുമാടം നിലകൊണ്ടു. പിന്നീട് ഇത് അറബ് സാമ്രാജ്യത്തിലേക്ക് ലയിച്ചു. എന്നാൽ ഈജിപ്തിൻ്റെ തലസ്ഥാനം അലക്സാണ്ട്രിയയിൽ നിന്ന് കെയ്റോയിലേക്ക് മാറ്റിയപ്പോൾ ഈ വിളക്കുമാടത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. നൂറ്റാണ്ടുകളായി നാവികരെ സുരക്ഷിതമായി തീരത്തേക്കെത്തിച്ച അലക്സാണ്ട്രിയയിലെ വിളക്കുമാടം AD 1375 ഭൂകമ്പത്തിൽ നശിച്ചു. അതിൻ്റെ ചില ഭാഗങ്ങൾ ഈജിപ്തിലെ സുൽത്താനു വേണ്ടി ഒരു കോട്ട പണിയാൻ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ള ഭാഗം കടലിൽ വീണുപോയി. 1994 ഫ്രഞ്ച് നാഷണൽ റിസർച്ച് സെൻറ്ററിലെ ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകൻ ജീൻ യെവ്സ് എംബറൂർ അലക്സാണ്ട്രിയ തുറമുഖത്ത് നടത്തിയ പര്യവേഷണങ്ങളിൽ ആ വിളക്കുമാടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കടലിനടിയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതെ, കടലിനടിയിൽ ജലസമാധി കൊള്ളുന്ന ഈ വിളക്കുമാടത്തിലെ ജോലിക്ക് 30 കോടി രൂപ ശമ്പളം കിട്ടുമെന്നാണ് സൈബർ ലോകത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത.